Hello students, welcome to this channel. Today we are going to discuss the topic about the properties of cut set. അതായത് തിയറംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് തിയറം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തിയറം, എവറി കട്ട് സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ ഓഫ് ജി. അപ്പോൾ നമ്മൾ അതായത് ഒരു കട്ട് സെറ്റ് നമ്മളിവിടെ എടുക്കുകയാണ്. ഒരു കണക്റ്റഡ് ഗ്രാഫ് എടുക്കുമ്പോൾ ആ കണക്റ്റഡ് ഗ്രാഫിലെ നമ്മൾ കട്ട് സെറ്റ് നമുക്കറിയാം. കട്ട് സെറ്റ് എന്താണ്? നമുക്ക് സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് ദാറ്റ് ഡിസ്കണക്ട്സ് ദ ഗ്രാഫ്, അതാണ് കട്ട് സെറ്റ്. അപ്പോൾ ആ കട്ട് സെറ്റിനെ നമ്മൾ എടുത്തതിന് ശേഷം ഒന്നല്ല, ഒരു കണക്റ്റഡ് ഗ്രാഫിനകത്ത് ഒന്നിൽ കൂടുതൽ കട്ട് സെറ്റുകൾ കാണും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്റ്റഡ് ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി പോവും എന്നുള്ളതാണ്. അതായത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് ഡിസ്കണക്റ്റഡ് പോർഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ വരുന്ന ഇറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച്. വാട്ട് ഇസ് എ ബ്രാഞ്ച്? ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് എഡ്ജസിനെയാണ്. അതായത് സ്പാനിങ് ട്രീ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള കട്ട് സെറ്റ് എന്താണ്, ബ്രാഞ്ച് എന്താണ്, സ്പാനിങ് ട്രീ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ബ്രാഞ്ച് എഡ്ജസ് എന്തൊക്കെയാണ്, പിന്നെ കോഡ് എഡ്ജസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കണക്റ്റഡ് ഗ്രാഫ് എടുക്കുമ്പോൾ അതിലെ സ്പാനിങ് ട്രീ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് എടുക്കുന്നു. ആ സ്പാനിങ് ട്രീയിലെ എഡ്ജസിനെയാണ് നമ്മൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രാഞ്ചസ്, അതായത് ഈ കട്ട് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്നിൽ കൂടുതലോ, അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതായത് ഒരു കട്ട് സെറ്റ് നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ ആ കട്ട് സെറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് എഡ്ജസോ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രൂഫ് പറയാനായിട്ട് ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സപ്പോസ് ഈ ഒരു ഗ്രാഫ് ഞാനിവിടെ എടുക്കുവാണ്. ഈ ഗ്രാഫിനകത്ത് നമുക്ക് സ്പാനിങ് ട്രീ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സ്പാനിങ് ട്രീ നമുക്ക് എങ്ങനെ എടുക്കുന്നത്? നമ്മൾ സ്പാനിങ് ട്രീ ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇങ്ങനെയാണ്: E2, E3, E5, E8, E9. ഇങ്ങനെ നമ്മളൊരു സ്പാനിങ് ട്രീ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുവാണ്. ആ സ്പാനിങ് ട്രീയിലെ എഡ്ജസ് ഏതൊക്കെയാണ്? ദാണ്ടെ E2, E3, E5, E8, E9 അതാണ് ബ്രാഞ്ച് എഡ്ജസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിലെ കട്ട് സെറ്റ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ E1ഉം E2ഉം എടുത്താൽ ഇത് റിമൂവ് ചെയ്താൽ A എന്ന് പറയുന്ന വെർട്ടെക്സ് സെപ്പറേറ്റ് ആയിപ്പോവും. അതൊരു കട്ട് സെറ്റാണ് അല്ലേ. ഇനി E1, E3, E4 ഈ മൂന്ന് എഡ്ജസും എടുത്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി പോവും. അപ്പോൾ ഈ ഒരു വെർട്ടെക്സ് സെപ്പറേറ്റ് ആവും, അതും ഒരു കട്ട് സെറ്റാണ്. അതുപോലെ E4, E5, E6 അത് റിമൂവ് ചെയ്താൽ ആ ഒരു സെറ്റ് ഓഫ് എഡ്ജസ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി രണ്ട് പോർഷൻസ് ആവും. ഇനി E8, E9 ഈ രണ്ട് എഡ്ജസ് റിമൂവ് ചെയ്താൽ F എന്ന വെർട്ടെക്സ് സെപ്പറേറ്റ് ആവും. പിന്നെ E1, E3, E5, E6 അത് എടുത്താലും ഗ്രാഫ് എന്തായി പോവും? ഡിസ്കണക്റ്റ് ആയി പോവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറേ കട്ട് സെറ്റ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിലെന്താ പറയുന്നത്? ഇതിൽ ഓരോരോ കട്ട് സെറ്റിലെ എഡ്ജസ് നമ്മൾ നോക്കാം. അതായത് E1ഉം E2ഉമാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. E1, E2ഉം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ E2 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോഡ് എഡ്ജാണ്. ആദ്യത്തത് E1, E2 നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് E2 എന്ന് പറയുന്നത് എന്താണ്? ബ്രാഞ്ച് എഡ്ജാണ്. ഒരു ബ്രാഞ്ച് എഡ്ജേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ഇനി അടുത്തത് E1, E3, E4 നമ്മൾ എടുത്താൽ ഇതിൽ ഏതാണ്? E3 മാത്രം ബ്രാഞ്ച് എഡ്ജാണ്. അപ്പോൾ അതും ഒരെണ്ണമേ ഉള്ളൂ. ഇനി E4, E5, E6 എടുക്കുവാണ്. ഇതിലേതൊക്കെയാണ്? ഇതിൽ E5 എന്നുള്ളത് മാത്രമാണ് ബ്രാഞ്ച് എഡ്ജ്. അപ്പോൾ ഒരെണ്ണമേ വരുന്നുള്ളൂ. ഇനി E1, E3, E5, E6 ഇത് ഇത്രയും നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ബ്രാഞ്ച് എഡ്ജസ് വരുന്നത്? അതായത് E3 നോക്കിക്കേ, E3 ബ്രാഞ്ചാണ്, E5 ബ്രാഞ്ചാണ്. E3യും ബ്രാഞ്ചാണ്, E5ഉം ബ്രാഞ്ച് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര എഡ്ജസ് വരുന്നുണ്ട്? രണ്ട് ബ്രാഞ്ച് എഡ്ജസ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് എവറി കട്ട് സെറ്റ് ഇൻ എ ഗ്രാഫ്. അപ്പോൾ ഇതെല്ലാം കട്ട് സെറ്റ് ആണല്ലോ. ഈ കട്ട് സെറ്റിലെല്ലാം ഒന്നിൽ കൂടുതലോ എഡ്ജസ് ഉണ്ടാവും എന്ന്. അതായത് ഒന്നിൽ കൂടുതലോ സ്പാനിങ് ട്രീയിലെ എഡ്ജസ് ഉണ്ടാവും. ആ സ്പാനിങ് ട്രീയിലെ എഡ്ജസിൻ്റെ പേരെന്താ? ഇറ്റ് ഈസ് കോൾഡ് as ബ്രാഞ്ച് എഡ്ജസ്. ദാറ്റ് ഈസ് ഗിവൺ ഹിയർ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം നമുക്ക് ക്ലിയർ ആയി. ഇനി
ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. അതാണ് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞത്. ഇനി അതിന് നമ്മൾ പ്രൂഫായിട്ട് പറയണം. അപ്പോൾ ഇവിടെ പറയുവാണ് നമുക്ക് പ്രൂഫിനെ കോൺട്രഡിക്ഷൻ വെച്ച് പറയാം. അതായത് വി ഒപ്പോസ് ദ ആൻസർ. അങ്ങനെയാണെങ്കിൽ എന്താ? സപ്പോസ് നോട്ട് എന്നല്ലേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ്. അതിലൊരു സ്പാനിങ് ട്രീ വേണമല്ലോ. അപ്പോൾ ലെറ്റ് ടി ബി എ സ്പാനിങ് ട്രീ. പിന്നെ ഒരു കട്ട് സെറ്റ് വേണം. ലെറ്റ് എസ് ബി എ കട്ട് സെറ്റ്. നമ്മളിവിടെ പറയുന്നത് എവറി കട്ട് സെറ്റിൻ്റെ കണക്റ്റഡ് ഗ്രാഫ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് സ്പാനിങ് ട്രീ. അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ സപ്പോസ് നോട്ട്, അങ്ങനെയാണെങ്കിൽ, അതായത് സപ്പോസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുക? സപ്പോസ് ടി ഈസ് എ സ്പാനിങ് ട്രീ ഓഫ് വിച്ച് ജി ഹാസ് നോ എഡ്ജ് ഇൻക്ലൂഡഡ് ഇൻ ദ കട്ട് സെറ്റ്. ടി ഒരു സ്പാനിങ് ട്രീ ആണ്, അതിലെന്താണ്? ഒരു എഡ്ജും ഇല്ല എന്ന് നമ്മൾ പറയുവാണ്. ടി ഒരു സ്പാനിങ് ട്രീ ആണ്. ആ സ്പാനിങ് ട്രീയിലെ ഒരു എഡ്ജസും, സ്പാനിങ് ട്രീയിലെ ഒറ്റ എഡ്ജ് പോലെ, നമ്മളിവിടെ സ്പാനിങ് ട്രീയിലെ എഡ്ജസ് ഏതൊക്കെയാണ് എടുത്തത്? E2, E3, E5, E8, E9. അതായത് ഇത്രയുമാണ് നമ്മൾ സ്പാനിങ് ട്രീയിൽ എടുത്ത എഡ്ജസ്. അപ്പോൾ ഈ ഒരു എഡ്ജസിൻ്റെ ലിസ്റ്റ്, ഈ ഒരെണ്ണം പോലും ഈ കട്ട് സെറ്റിനകത്ത് വരുന്നില്ല. എസ് എന്ന സെറ്റിനകത്ത് ഇതിലുള്ള ഒരു എഡ്ജ് പോലും ഇവിടെ വരുന്നില്ല എന്നാണ് നമ്മൾ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അപ്പോൾ അതൊരു തന്നിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ പറയുന്നു സപ്പോസ് അല്ല എങ്കിൽ. അങ്ങനെയാണെങ്കിൽ എന്താ മീനിങ്? സ്പാനിങ് ട്രീയിൽ ഒരു എഡ്ജും തന്നെ കട്ട് സെറ്റിനകത്ത് ഇല്ല. അപ്പോൾ ടി ഒരു സ്പാനിങ് ട്രീ ആണെങ്കിൽ ദ സബ്ഗ്രാഫ് ജി മൈനസ് എസ്. ടി ഒരു സ്പാനിങ് ട്രീ നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കട്ട് സെറ്റിനകത്തുനിന്ന് നമ്മൾ എഡ്ജസ് റിമൂവ് ചെയ്താൽ, ബ്രാഞ്ച് എഡ്ജസ് എന്ന് പറയുമ്പോൾ സ്പാനിങ് ട്രീയിലെ എഡ്ജസ് ആണ്. ആ സ്പാനിങ് ട്രീയിലെ ഏത് എഡ്ജ് റിമൂവ് ചെയ്താലും ട്രീ ആണ്. അതുകൊണ്ട് ഏത് എഡ്ജ് റിമൂവ് ചെയ്താലും ഗ്രാഫ് എന്തായിപ്പോവും? ഡിസ്കണക്റ്റ് ആയിപ്പോവും. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്? ഒരു സ്പാനിങ് ട്രീ എടുക്കുമ്പോൾ അതിൻ്റെ സബ് ഗ്രാഫ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ജി മൈനസ് എസ് കണക്റ്റഡ് ആയിരിക്കും, ഡിസ്കണക്റ്റ് ആവില്ല. ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവത്തേ ഇല്ല. അങ്ങനെ വരാൻ വഴിയുണ്ടോ? ഇല്ല, ഒരിക്കലും അത് പോസിബിൾ അല്ല. വിച്ച് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് കട്ട് സെറ്റ് നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? കട്ട് സെറ്റാണ്. നമ്മൾ ഇവിടെ പറയുന്നത് ട്രീ വെച്ച് പറയുമ്പോൾ ട്രീയിൽ നിന്ന് ഏതൊരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്താലും എന്തായിപ്പോവും? ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിപ്പോവും. ഇനി as T is a spanning tree, നമ്മുടെ സബ് ഗ്രാഫിൽ ജി മൈനസ് എസ് അങ്ങനെയാണെങ്കിൽ കണക്റ്റഡ് ആയിരിക്കണം എന്ന് വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ അത് പോസിബിൾ അല്ല. വിച്ച് സിൻസ് എസ് ഇസ് എ കട്ട് സെറ്റ് വിച്ച് മേക്സ് ദ ഗ്രാഫ്. കട്ട് സെറ്റ് ആണെങ്കിൽ എന്താ? കട്ട് സെറ്റിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട്, അതായത് നമ്മൾ കട്ട് സെറ്റിൻ്റെ ഡെഫിനിഷൻ വെച്ച് പറയുമ്പോൾ എന്താണ്? കട്ട് സെറ്റ് റിമൂവ് ചെയ്താൽ തീർച്ചയായിട്ടും ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. സോ അതെന്താണ്? നമുക്കൊരു കോൺട്രഡിക്ഷൻ ആണ്. അതാണ് വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടാലും മതി. വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ എന്ന വേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നൊട്ടേഷനും യൂസ് ചെയ്യാം, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഈ ഒരു അസംഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ദിസ് അസംഷൻ ഇസ് റോങ്. ഹെൻസ് വി സേ ദാറ്റ് എവറി കട്ട് സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് എഡ്ജ് ഓഫ് എവറി സ്പാനിങ് ട്രീ. അപ്പം നമ്മൾ അസ്യൂം ചെയ്ത അസംഷൻ എന്താണ്? ഒരു എഡ്ജും, അതായത് നമ്മൾ അസ്യൂം ചെയ്തത് ഒരു സ്പാനിങ് ട്രീയിൽ ഏത് എഡ്ജും, അതായത് ആ സ്പാനിങ് ട്രീക്കകത്തുള്ള ഒരു എഡ്ജും കട്ട് സെറ്റിൽ ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത ആ അസംഷൻ തെറ്റാണ്. എവറി കട്ട് സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് എഡ്ജ് ഓഫ് എവറി സ്പാനിങ് ട്രീ. സോ നമ്മൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെച്ചിരിക്കുക. അതായത് എവറി കട്ട് സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ ജി. അപ്പോൾ നമ്മളിവിടെ പ്രൂഫ് നമ്മൾ കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സപ്പോസ് നമ്മളൊരു കണക്റ്റഡ് ഗ്രാഫ് എടുക്കുന്നു, അതുകൂടാതെ ഒരു സ്പാനിങ് ട്രീ വേണം, ഒരു കട്ട് സെറ്റ് വേണം. സപ്പോസ് നോട്ട് എന്ന് പറഞ്ഞാൽ സപ്പോസ് ആ സ്പാനിങ് ട്രീയിലുള്ള ഒരു എഡ്ജും തന്നെ കട്ട് സെറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ കട്ട് സെറ്റിൽ ഇൻക്ലൂഡഡ് അല്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ കട്ട് സെറ്റിനെ റിമൂവ് ചെയ്താലും ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ നമ്മുടെ കട്ട് സെറ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ് സംഭവിക്കുക? തീർച്ചയായിട്ടും ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും പോവും. അപ്പോൾ വിച്ച് ഇസ് നോട്ട് പോസിബിൾ സിൻസ് എസ് ഇസ് എ കട്ട് സെറ്റ്. കട്ട് സെറ്റിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എന്താണ്? തീർച്ചയായിട്ടും എസ് കട്ട് സെറ്റിനകത്തുനിന്ന് ഏത് ഒരു എഡ്ജസിനെ, സെറ്റ് ഓഫ് ഓൾ എഡ്ജസിനെ റിമൂവ് ചെയ്താൽ ആ ഗ്രാഫ് തീർച്ചയായിട്ടും ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ അത് ഒരു കോൺട്രഡിക്ഷനാണ്. നമ്മുടെ അസംഷൻ, നമ്മളെടുത്ത ഈ അസംഷൻ തെറ്റാണ് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ്, അപ്പം നമ്മളെടുത്ത അസംഷൻ തെറ്റാണ്. ഹെൻസ് ദ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കട്ട് സെറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് എഡ്ജസോ ഉണ്ടാവും. ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് ബ്രാഞ്ച് എഡ്ജസ് ആണ്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് എഡ്ജസ് ഓഫ് എവറി സ്പാനിങ് ട്രീ ഓഫ് ജി കാണും എന്നുള്ളതാണ്. സോ
നമുക്ക് മെയിനായിട്ട് ഇതിൽ നോക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളിത് കണക്റ്റഡ് ഗ്രാഫ് പഠിക്കണം, കട്ട് സെറ്റ് എന്താണെന്ന് നോക്കണം, ബ്രാഞ്ച് എന്താണ്, സ്പാനിങ് ട്രീ എന്താണ് എന്നുള്ളതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത തിയറം നോക്കാം. രണ്ടാമത്തെ തിയറം 4.2 ആണ്. അപ്പോൾ നമ്പർ ആദ്യത്തത് തിയറം 4.1 എന്ന നമ്പർ ചെയ്തു, രണ്ടാമത്തത് 4.2. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് എനി മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ ഓഫ് ജി ഇസ് എ കട്ട് സെറ്റ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റിനും കഴിഞ്ഞ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനും എന്താ ഒരു ഡിഫറൻസ് എന്ന് നോക്കണേ. അതായത് കഴിഞ്ഞ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, എവറി കട്ട് സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ. ഇനി അത് നമ്മൾ കട്ട് സെറ്റ് എന്ന് അസ്യൂം ചെയ്തിട്ട് അതിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഓഫ് സ്പാനിങ് ട്രീ വേണമെന്ന് നമ്മൾ പറയുന്നു. ഇനി നേരെ തിരിച്ച്, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് കോൺവേഴ്സ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് എനി മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ ഇസ് എ കട്ട് സെറ്റ്. ശരിക്കും പറഞ്ഞാൽ തിയറം 1.2-ൽ തിയറം 4.1-ൽ നമ്മൾ എടുക്കുന്നത് കട്ട് സെറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് സ്പാനിങ് ട്രീ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി തിരിച്ച് ഇവിടെ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് എഡ്ജ് ഓഫ് സ്പാനിങ് ട്രീ എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ കട്ട് സെറ്റ് എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് അസ്യൂം ചെയ്തിട്ട് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യുക, ഈ സെക്കൻഡ് തിയറം എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട് അസ്യൂം ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ നമ്മളൊരു കണക്റ്റഡ് ഗ്രാഫ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അതേപോലെ എസ് എന്ന് പറയുന്നത് എന്താണ്, മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ്. എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എസ് ബി എ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ ഓഫ് ജി. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ടു പ്രൂവ് ദാറ്റ് എസ് എന്ന് പറയുന്ന ആ സെറ്റ് ഇസ് എ കട്ട് സെറ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. ടു പ്രൂവ് ദാറ്റ് എസ് ഇസ് എ കട്ട് സെറ്റ്. ഇനി അപ്പോൾ എസ് ബി ദ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ. അതായത് നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യും പോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ, ഫോർ എക്സാമ്പിൾ ഇത് ഒരു കട്ട് സെറ്റ് ആണെന്ന് എടുക്കാം. നമുക്ക് E1 E3 E5 E6 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഒന്നിൽ കൂടുതൽ ഇത് 4 കട്ട് സെറ്റ് ആണ്. അങ്ങനെ നമ്മൾ എസ് ഈക്വൽ ടു ഒരു കട്ട് സെറ്റ് എടുക്കുവാണ്. എസ് ഈക്വൽ ടു E1 E3 E5. ഇതിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ്, അതായത് E3 E5 എന്ന 2 ബ്രാഞ്ച് ഉണ്ട്. പക്ഷേ എന്താണ്, ഇത് ഒരു കട്ട് സെറ്റ്, ഒരു സെറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇത് ഒരു കട്ട് സെറ്റ് ആണെന്ന് നമുക്കിത് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ദാണ്ട G-S ഇസ് എ സബ് ഗ്രാഫ്. എസ് ഒരു കട്ട് സെറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മളിപ്പോൾ എടുക്കുന്നത് എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ. അത് ഏത് നമ്മൾ എടുക്കുന്ന ഏത് സെറ്റ് ആണെങ്കിലും ശരി. ഇനി G-S എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ സബ് ഗ്രാഫ് അല്ലേ. എസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എഡ്ജസിനെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുവാണ്. E1 E3 E5 E6 എന്നിങ്ങനെ നമ്മൾ സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു G-S ഇസ് എ സബ് ഗ്രാഫ് ഓഫ് G. കാരണം നമ്പർ ഓഫ് എഡ്ജസ് കുറവാണല്ലോ. അപ്പോൾ G-S ഇസ് എ സബ് ഗ്രാഫ് ഓഫ് G. എസ്സിനെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഈ എസ്സിലുള്ള ഈ എഡ്ജസിനെ റിമൂവ് ചെയ്താൽ G-S എന്ന് പറയുന്നത് സബ് ഗ്രാഫ് ആയിരിക്കും. പക്ഷെ അതൊരു ട്രീ ആയിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. In which at least one branch edge of every spanning tree is missing. അപ്പോൾ എന്താണ്, ആ എഡ്ജിൽ നമ്മൾ എടുക്കുന്ന ഓരോരോ സബ് ഗ്രാഫിൽ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മോർ ദാൻ ഒന്നോ ഒന്നിൽ കൂടുതലോ ബ്രാഞ്ച് എഡ്ജസ് ഓഫ് സ്പാനിങ് ട്രീ ഇസ് മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ്. കാരണം ഇതിൽ നമ്മൾ എടുക്കുന്ന സ്പാനിങ് ട്രീയിൽ 2 ബ്രാഞ്ച് എഡ്ജസ് ഉണ്ട്. നമ്മൾ ഇതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിലെല്ലാം ഒന്നിൽ കൂടുതലായിട്ട് വരുന്ന സ്പാനിങ് ട്രീ അവിടെ മിസ്സിങ് ആണ്. അപ്പോൾ G-S cannot contain any spanning tree of G. അപ്പോൾ G-Sന് എന്താണ്, ഒരു സ്പാനിങ് ട്രീ കംപ്ലീറ്റ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അതിനകത്തുനിന്ന് ബ്രാഞ്ച് എഡ്ജസ് നമുക്ക് ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ബി ഡിസ്കണക്റ്റഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് തീർച്ചയായിട്ടും ഡിസ്കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ പറയുന്നത് എന്താ, ഒരു എസ് എന്ന് പറയുന്നത് മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് വിത്ത് ദ പ്രോപ്പർട്ടി. അപ്പോൾ എനി എഡ്ജ് E from S
is added. ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ ഇതിലുള്ള ഒരു എഡ്ജ് നമ്മൾ ഈ ജി മൈനസ് എസ്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സപ്പോസ് ഏതൊരു എഡ്ജാണ് എനി എഡ്ജ് ഇ ഫ്രം എസ് ഇസ് ആഡഡ് ടു ജി മൈനസ് എസ്. നമ്മൾ ആ ഗ്രാഫിൽ പറയുന്നു ജി മൈനസ് എസ് എന്ന് പറയുന്നത് ഒരു സബ് ഗ്രാഫാണ്, അതിൽ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് എഡ്ജ് ഓഫ് സ്പാനിങ് ട്രീ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ സ്പാനിങ് ട്രീ ഇല്ലാത്തത് കാരണം ഈ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്തതിൽ നിന്ന് ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ജി മൈനസ് എസിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും, അത് ഒരു സ്പാനിങ് ട്രീ ആയിരിക്കും. അപ്പോൾ ദസ് ദ സബ് ഗ്രാഫ് ഓഫ് ജി മൈനസ് എസ് പ്ലസ് ഇ, ജി മൈനസ് എസ് പ്ലസ് ഇ വിൽ ബി എ കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞത് കനോട്ട് കണ്ടെയ്ൻ എ സ്പാനിങ് ട്രീ എന്ന്, കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പാനിങ് ട്രീ അവിടെ ഉണ്ടാവത്തില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ആ ഗ്രാഫ് എന്തായി പോവും, കംപ്ലീറ്റ് ആയിട്ട് സ്പാനിങ് ട്രീ ഇല്ല എന്ന് പറയാൻ കാരണം അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. അപ്പോൾ എസ് എന്ന് പറയുന്ന മിനിമം സെറ്റ് ഓഫ് എഡ്ജസിൽ ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ എസ്സിലുള്ള ഒരു എഡ്ജ് ജി മൈനസ് എസ്സിലോട്ട് വീണ്ടും ഇട്ട് കൊടുത്താൽ എന്താവും, തീർച്ചയായിട്ടും അവിടെ ഒരു സ്പാനിങ് ട്രീ ഉണ്ടാവും. അത് കാരണം ആ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് കണക്റ്റഡ് ആണെങ്കിൽ ഇതിനർത്ഥം എന്താണ്, എസ് ഇസ് എ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് ഹൂസ് റിമൂവൽ ഫ്രം ജി അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് നമുക്ക് ഡിസ്കണക്റ്റ് ആവുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മളെടുത്ത ആ എസ് എന്ന് പറയുന്നത് ഒരു കട്ട് സെറ്റ് അല്ലേ. നമ്മൾ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് എടുത്തു, അതിൽ നിന്ന് ജി മൈനസ് എസ് റിമൂവ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പാനിങ് ട്രീ വരുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താ, ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. ഓഹോ, അപ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിലോട്ട് എസിൻ്റെ ഏതെങ്കിലും ഒരു എഡ്ജ് ഞാൻ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഗ്രാഫ് വീണ്ടും കണക്റ്റഡ് ആവും. അതെങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ആ എസ്സിലെ എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ അത് ഗ്രാഫ് ഡിസ്കണക്റ്റ് ചെയ്യുന്നെങ്കിൽ ആ എസ് എന്ന് പറയുന്നത് ഒരു കട്ട് സെറ്റാണ്. ദെയർഫോർ എസ് ഇസ് എ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് ഹൂസ് removal from G disconnects the graph and no proper subset. അതായത് എസ്സിൽ നിന്ന് ഇപ്പം നമ്മൾ എടുക്കുന്ന ഇനി ഒരു സെറ്റ്, അതായത് ഇപ്പോൾ സപ്പോസ് E1 E2 ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചോ, ഇതിൽ നമ്മൾ ഇത് റിമൂവ് ചെയ്തപ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിപ്പോയി. അതേസമയം ഞാൻ E1 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഗ്രാഫ് എന്തായിപ്പോവും, കണക്റ്റഡ് ആയിപ്പോവും. കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം, ഇതിൽ കുറഞ്ഞ ഒരു എഡ്ജ് ഈ സെറ്റിനകത്ത് നിന്ന് ഇതിൽ കുറഞ്ഞ ഒരു ഗ്രാഫ് എടുത്ത് എനിക്ക് ഡിസ്കണക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അതാണ് നോ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എസ് വിൽ നോട്ട് ഡിസ്കണക്ട് ദ ഗ്രാഫ് എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ കട്ട് സെറ്റ് ഓഫ് ജി. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സോ ഹെൻസ് വി സേ ദാറ്റ് എന്താണ്, ആ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ഒരു കട്ട് സെറ്റ് ആണ്. ഹെൻസ് വി പ്രൂവ് ദിസ് തിയറം. So first of all we have to say that, അതായത് നമ്മുടെ ഫസ്റ്റ് തിയറത്തിൻ്റെ കോൺവേഴ്സ് പാർട്ടാണ് ഇത്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ തിയറം 4.1ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് തിയറം 4.1 നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് കൂടെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ചോദിക്കാം ഇസ് ദ കോൺവേഴ്സ് പാർട്ട് ട്രൂ, കോൺവേഴ്സ് പാർട്ട് ട്രൂ, ഇഫ് സോ പ്രൂവ് ഇറ്റ് എന്ന് ചോദിക്കാം. അപ്പം നമ്മൾ എഴുതേണ്ടത് ഇതിന് മുന്നേ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ യെസ് ദ കോൺവേഴ്സ് പാർട്ട് ഈസ് ട്രൂ. എന്നെഴുതിയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തിയറം 4.2ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി പ്രൂഫും കൂടി എഴുതുക. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൂഫും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു കണക്റ്റഡ് ഗ്രാഫിൽ മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഇറ്റ് ഇസ് എ കട്ട് സെറ്റ്. അപ്പോൾ ഇത് പ്രൂഫ് ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എസ് ഒരു മിനിമൽ സെറ്റ് ഓഫ് എഡ്ജസ് എന്ന് എടുക്കുന്നു. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എസ് കട്ട് സെറ്റ് ആണ്. അപ്പോൾ ജി മൈനസ് എസ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ സബ് ഗ്രാഫ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് വിച്ച് എവറി സ്പാനിങ് ട്രീ ഈസ് മിസ്സിങ്. സ്പാനിങ് ട്രീ അവിടെ മിസ്സിംഗ് ആണ്. കാരണം അപ്പോൾ സ്പാനിങ് ട്രീ മിസ്സിംഗ് ആണെങ്കിൽ ആ ഗ്രാഫിൽ ഡിസ്കണക്റ്റഡ് ആണ്. ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ആ സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്ത എഡ്ജസിൽ നിന്ന് തിരിച്ച് നമ്മൾ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഗ്രാഫ് എന്തായിപ്പോവും, ഗ്രാഫ് കണക്റ്റഡ് ആവും. തീർച്ചയായിട്ടും ആ ഗ്രാഫ് കണക്റ്റഡ് ആവും. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് കണക്റ്റ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ പറയുക, കണക്റ്റഡ് ആണ്. അപ്പോൾ അതൊരു സ്പാനിങ് ട്രീ കൺസ്ട്രക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ അതാണെങ്കിൽ എസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കട്ട് സെറ്റ് ആയിരിക്കും. കാരണം ഗ്രാഫ് ഡിസ്കണക്റ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സെറ്റ് എസ് എന്ന് പറയുന്നത്
ഒരു കട്ട് സെറ്റ് ആയിരിക്കും. ഹെൻസ് വി സേ ദാറ്റ് ദ ഗ്രാഫ് S is a cut set. So therefore the proof of the theorem 4.1 and 4.2 we are discussed here. ഇത് 4.1ൻ്റെ കോൺവേഴ്സ് പാർട്ടാണ് 4.2. ഫസ്റ്റ് പാർട്ട് ചോദിച്ചിട്ട് ഇസ് ദ കോൺവേഴ്സ് പാർട്ട് ട്രൂ ആണോ എന്ന് ചോദിച്ചാൽ സെക്കൻഡ് പാർട്ടും കൂടി നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. അപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിച്ച് വെച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.